അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിങ് എഴുതിക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അടുത്ത ഹെഡിങ് എഴുതിക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്? അറ്റ്മോസ്ഫിയർ നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ ഒരു സർഫസിൽ നൽകുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ. ദ ഗേഷ്യസ് envelope surrounding the earth is called atmosphere. The pressure exerted by atmosphere is called atmospheric pressure. Atmospheric pressure. അതേപോലെ തന്നെ ഒരു ഡോട്ട് ഇട്ട് എഴുതുക. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമുക്ക് ആ മെർക്കുറിയുടെ സെന്റിമീറ്റർ റേസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ പ്രഷർ ഒക്കെ അളക്കുന്ന ഡിവൈസിന്റെ എങ്ങനെ ആ മെർക്കുറി റൈസ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതിന്റെ പ്രഷറുമായിട്ട് മാച്ച് ചെയ്ത് പറയാം. നോക്കിക്കോളൂ. 1 atm is equal to the pressure exerted by mercury column of height 76 centimeter above the sea level. അപ്പം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ചുറ്റിനും, അതായത് അറ്റ്മോസ്ഫിയർ ഒരു എൻവലപ്പ് ഉണ്ട്, ഗേഷ്യസ് എൻവലപ്പ് ഉണ്ട്. ആ ഗേഷ്യസ് എൻവലപ്പ് നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ നൽകുന്ന പ്രഷറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എപ്പോഴും മെർക്കുറിയുടെ 76 സെന്റിമീറ്റർ. ഇപ്പം അറ്റ്മോസ്ഫിയറിൽ മെർക്കുറി തന്നെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ, ആ മെർക്കുറി മറ്റേ ആ ട്യൂബിനകത്ത് വെക്കുവാണെങ്കിൽ അത് എപ്പോഴും 76 സെന്റിമീറ്റർ വന്ന് കിടക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ 76 സെന്റിമീറ്റർ മെർക്കുറിയുടെ പ്രഷറുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. സ്കൂളിൽ ആരെയൊക്കെ മാനോമീറ്റർ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പറയാമോ? മാനോമീറ്റർ പഠിപ്പിച്ചോ ഒന്ന് പറഞ്ഞേ. മാനോമീറ്റർ ഈ ചാപ്റ്റർ പഠിപ്പിച്ചെങ്കിൽ മാനോമീറ്റർ ആരെങ്കിലും പഠിപ്പിച്ചോ? മർത്തോമയിലെ സ്റ്റുഡൻസിനോട് പ്രത്യേകം ചോദിക്കുകയാണ്. മാനോമീറ്റർ പഠിപ്പിച്ചോ? മാനോമീറ്റർ കേട്ടില്ല? പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ജ്യോതിസിന് ഈ ചാപ്റ്റർ പഠിപ്പിച്ചായിരുന്നോ സ്കൂളിൽ? ഇല്ല, ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഓക്കെ. പിന്നെ ആരാ ഉള്ളത്? എല്ലാവരും ക്ലാസ്സുകാരാണ്. ഓക്കെ. അപ്പം എന്തായാലും മാനോമീറ്റർ എന്ന് പറഞ്ഞ് എഴുതിക്കുക. അതിന്റെ ശരിക്കും ഒരു ഡെറിവേഷൻ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു പഠിക്കാൻ. ഇത് പഠിക്കണ്ട. അത് മാനോമീറ്റർ എന്താണെന്ന് എഴുതിക്കോളൂ. 2 ടൈപ്പ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിക്കേ. മാനോമീറ്റർ എന്ന് പറഞ്ഞില്ല, എന്താണ് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താണ് ഡിവൈസ് തന്നെയാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ജോഹാനെ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അത് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് വേണം എഴുതാന്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ ശരീരത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി അതിനൊരു ഒരു 5-6 ലൈൻ വിട്ടിട്ട് എന്താ ഈ മാനോമീറ്റർ എഴുതിക്കോ. മാനോമീറ്റർ എന്താന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന്റെ 2 ടൈപ്പും പറയാം. അതേപോലെ ഇറ്റ് ഈസ് എ ഡിവൈസ് used to measure pressure difference
പ്രഷർ ഡിഫറൻസ്, പ്രഷർ ഡിഫറൻസ് അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ട്യൂബിങ്, ഓപ്പൺ ട്യൂബും ക്ലോസ് ട്യൂബും ഒക്കെ നമുക്ക് ഡെറിവേഷൻ പഠിക്കാനുണ്ടായിരുന്നതാണ്. പല സ്കൂളുകളും അത് പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്നില്ല. ഓപ്പൺ ട്യൂബ് നാനോമീറ്റർ. ഇനിയും ആർക്കെങ്കിലും ഈ കേരളയിലൊക്കെ ഉള്ള ആൾക്കാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. ക്ലോസ്ഡ് ട്യൂബ് മാനോമീറ്റർ. അരവിന്ദ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അരവിന്ദ് ഹലോ, ഈ ചാപ്റ്റർ പഠിപ്പിച്ചോ? എത്രയായോ? ഇല്ല സാർ, ഇല്ലില്ല, ഇവിടെ ആയില്ല. ഇല്ല. അപ്പം ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഈ ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിന്റെ ഡെറിവേഷൻ ചിലപ്പോൾ പഠിപ്പിക്കും. അപ്പൊ അത് പഠിപ്പിച്ചെങ്കിൽ എന്നോട് പറയാം, ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. പഠിപ്പിക്കാൻ സാധ്യത കുറവാണ്, എല്ലാം കുറെയൊക്കെ ഡിലീറ്റഡ് ആണ് ഇതിനകത്തുനിന്ന്. എന്നാലും പഠിപ്പിച്ചെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അപ്പം ഇനി അടുത്ത ടോപ്പിക്ക്, ഇതിനകത്ത് ഫുള്ള് ഡെറിവേഷൻ ആണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പൊ അടുത്തത് ടോറിസെല്ലി എക്സ്പെരിമെന്റ് ആണ്. അത് പഠിപ്പിച്ചോ? ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞ ടോറിസെല്ലി എക്സ്പെരിമെന്റ്. അലീഷ ഒന്ന് പറഞ്ഞേരെ. അലീഷ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും പറ, വേറെ ആരെങ്കിലും മർത്തമേലെ ആരെങ്കിലും പറഞ്ഞേ. ആൻ പറയാമോ? ആൻ. ഹലോ സർ, ഈ ടോറിസെല്ലി എക്സ്പെരിമെന്റ് പഠിപ്പിച്ചായിരുന്നോ? ഇല്ല, എക്സ്പെരിമെന്റ് പഠിപ്പിച്ചില്ല. ടോറിസെല്ലി ലോ പഠിപ്പിച്ചല്ലയോ? ലോ പറഞ്ഞായിരുന്നു, എക്സ്പെരിമെന്റ് ആയിട്ടാണ് പഠിപ്പിച്ചില്ല. ശരി 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 ശരി. ഒരു കാര്യം ചെയ്തോ, ആ ടോറിസെല്ലി എക്സ്പെരിമെന്റ് വെട്ടിയിട്ട് പാസ്കൽസ് ലോ എന്ന് എഴുതിക്കോ വേണ്ടി. അത് എഴുതിക്കോ, അത് ഇമ്പോർട്ടന്റ്. പാസ്കൽസ് ലോ എന്ന് എഴുതിക്കോ. പാസ്കൽസ് ലോ എന്ന് എഴുതിക്കോളൂ. പാസ്കൽ ലോ പറയുന്നത് എന്താണെന്നറിയാമോ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതി. ഇത് പഠിക്കണം, ഷുവർ ആയിട്ട് ചോദിക്കും. പ്രഷർ അപ്ലൈഡ് to any part of an enclosed fluid. Enclosed fluid in equilibrium is transmitted indiminishingly to every portion of the fluid equally in all direction. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടത്തിലുള്ള ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ എടുക്കുന്നു. പിസ്റ്റൺ എടുക്കുമ്പോൾ നമുക്കറിയാലോ, അത് നമ്മൾ ആ പിസ്റ്റൺ ഇങ്ങനെ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിരിക്കുകയെന്ന് വിചാരിച്ചോ. ഇത്രയും ഭാഗത്ത് വെള്ളമാണെന്ന് കരുതുക. ഓക്കെ, ഇത്രയും ഭാഗത്ത് വെള്ളമാണെന്ന് കരുതുക. ഓക്കെ, ഇത്രയും ഭാഗത്ത് വെള്ളമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു പിസ്റ്റൺ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പിസ്റ്റൺ അമർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് കുറച്ച് താഴോട്ട് നീങ്ങും. നിങ്ങൾ
ഈ വാട്ടറിന്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞു വാട്ടറിനെ എപ്പോഴും ലെയർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. നിങ്ങൾ വാട്ടറിന്റെ ഫസ്റ്റ് ലെയറിൽ മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അത് ഈക്വൽ ആയിട്ട് ഇതിന്റെ എല്ലാ പോർഷനിലോട്ടും ഈ ഡയറക്ഷനിൽ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരേപോലെ പോകും. അതിന്റെ ഭാഗമായിട്ട് അവിടെ വലിയൊരു എന്താവും പ്രഷർ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അതാണ് പറയുന്നത് പ്രഷർ അപ്ലൈഡ് ടു എനി പാർട്ട് ഓഫ് എൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്. എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേഷനറി ഫ്ലൂയിഡാണ്. സ്റ്റേഷനറി ഫ്ലൂയിഡിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നറിയാമോ? ഇൻഡിമിനിഷിംഗ് ആയിട്ട്. ഇൻഡിമിനിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമിനിഷ് ആകാതെ, അതായത് പ്രഷർ കുറയാതെ എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വൽ പ്രഷർ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് വെച്ചിട്ട് നമ്മളെ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഹൈഡ്രോളിക് ബ്രേക്കുകൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത്. നിങ്ങൾ സർവീസ് സ്റ്റേഷനിൽ കാർ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചില കാർ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണോ അല്ലേ? അതെന്താണെന്നറിയാമോ? നിങ്ങൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്ന് അറിയാമോ? കാറിന്റെ അടിയിൽ പണിയുന്നത് ഒരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. വർക്ക്ഷോപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നോക്കി, ഒരു വർക്ക്ഷോപ്പിൽ ഇത് 3 ഡയമെൻഷനിലായിട്ട് കാണണം. ഇത് ഭൂമിയുടെ ലെവലാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കാറ് കയറാൻ പാകത്തിന് തന്നെ ഇങ്ങനെ നടക്കാൻ പാകത്തിന് തന്നെ ഇത്ര ഒരു ഗ്യാപ്പാണ്. അപ്പൊ ഒരു കാറ് ഇങ്ങനെ കയറി കിടക്കും. അതായത് കാറിന്റെ ഒരു ടയർ ഇവിടെ, ഒരു ടയർ ഇവിടെ, ഈ കാറ് തന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു ടയർ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റെപ്പാ താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ താഴോട്ട് ഇറങ്ങിപ്പോ ഒരാൾക്ക് ഈ ഹോൾസ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. അങ്ങനെ താഴോട്ട് ഇറങ്ങി പോയിട്ടായിരുന്നു ഇതിന്റെ താഴെയൊക്കെ വാഷ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. എന്നാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഒരു ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, നമ്മളൊരു ഇതിലോട്ട് ഇങ്ങനെ ഒരു കയറ്റി വെക്കും. കാർ ഇതിലോട്ട് കയറ്റിയിടും. കാർ കയറ്റിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കാർ ഇങ്ങനെ നേരെ മുകളിലോട്ട് ഇങ്ങനെ ആവും. അപ്പൊ അത് മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറൊരു ഇതുണ്ട്. അതിനും മുമ്പ്, അതായത് ആ കുഴി എന്ന് പറയുന്ന കൺസെപ്റ്റിന് മുമ്പ് കാറ് പൊക്കി കട്ടപ്പുറത്ത് വെച്ചിട്ടായിരുന്നു അടി പണിതുകൊണ്ടിരുന്നത്, അടി കയറി പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാറ് പൊക്കും, ഒരു 10 പേര് നിന്നിട്ട് പൊക്കി കട്ടപ്പുറത്ത് കയറ്റി വെക്കും, ഒരു സൈഡ് പൊക്കി കട്ട കയറ്റി വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അവിടെ മാൻ പവർ എന്ത് ചെയ്യണം? ഒത്തിരി വേണം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരാൾ പോയി ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കാർ ഇങ്ങനെ പൊങ്ങി വരും. ശരിയല്ലേ? അത് പാസ്കൽ ലോയാണ് അത് സാധ്യമാക്കിയത്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ ആ ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിക്കാനുണ്ട്, അത് പഠിക്കണം. ഓക്കെ ആണല്ലോ. അത് എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽ ലോ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽ ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും പഠിക്കണം, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽ ലോ. അതിൽ ഒന്നെന്ന് എഴുതിയിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതേപോലെ തന്നെ നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. നോട്ട് ഞാൻ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ അത് അയച്ചു മേടിപ്പിക്കും. എനിക്ക് നോട്ട്, നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്നവരുടെ നോട്ട് കംപ്ലീറ്റ് ആണെന്നുള്ളത് എനിക്കൊരു കൺഫർമേഷൻ വേണം. അപ്പം നോട്ട് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങളത് നോട്ട് എന്നോട് വേണം ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് അയച്ചു തരാം, വീഡിയോസ് അയച്ചു തരാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എനിക്ക് നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. കേട്ടല്ലോ? ഓക്കെ, അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അല്ല, നമ്മൾ ഈ പഠിപ്പിക്കുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്ന വര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വെള്ളത്തിൽ വര വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ആയിപ്പോയി പഠിപ്പിക്കുന്നത്, നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ അതിന്റെ പടം ഇരിക്കും. ഇവിടെ എന്തുണ്ടെന്നറിയാമോ? ഇവിടെ ഒരു ചെറിയ പിസ്റ്റൺ, അല്ല ഒരു കണ്ടെയ്നർ പോലൊരു സെറ്റപ്പാണ്. എന്നിട്ട് ഇവിടെയും ഒരു വലിയ കണ്ടെയ്നർ ഉണ്ട്. ഇത് ഏരിയ കൂടിയ കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്നറിയോ? ഈ രണ്ട് കണ്ടെയ്നറിനെയും നമ്മൾ ഒരു ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കിയോ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഈ പിസ്റ്റണിലാണ് നമ്മൾ എന്ത് കയറ്റി വെച്ചിരിക്കുന്നത്? ഇത് മറ്റേ നിങ്ങൾ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ മണ്ടയ്ക്കുള്ള സാധനങ്ങളാണ് കാണുന്നത്, ഭൂമിയുടെ അടിയിലുള്ള സാധനമാണിത്. ഓക്കെ, ഇതിലാണ് നിങ്ങൾ കാറ് കയറ്റി വെക്കാനായിട്ട് പോകുന്നത്. കാറ് പൊക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കാറ്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ പോയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ് തനിയെ പോകും. പണ്ട് എങ്ങനെയായിരുന്നു?
ഒരു 10 പേരെ വിളിക്കും, വടയും ചായ ഒക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞ റോട്ടിൽ നിൽക്കുന്നവരെയൊക്കെ പിടിച്ചൊന്ന് പൊക്കാവുന്ന ഒരു കൈ വെക്കാവുന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ, ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ പോകും. അപ്പം എങ്ങനെ അത് ഒരാൾക്ക് ഇത് പൊക്കാൻ പറ്റും? മറ്റേത് 20 പേര് വന്നിട്ടും അല്ലെ 10 പേര് വന്നിട്ടും പൊക്കിയ സാധനം ഇവിടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഫോഴ്സ് നിങ്ങൾ ഇവിടെ അപ്ലൈ ആവുന്ന ഫോഴ്സ് ഇവിടെ വരുമ്പോൾ ഒരു 4 ഇരട്ടിയായിട്ട് കൂടും, അല്ലെ ഒരു 8 ഇരട്ടിയായിട്ട് കൂടും, അല്ലെ ഒരു 10 ഇരട്ടിയായിട്ട് കൂടും. അത് നിങ്ങൾ ഇവിടത്തെ ഇതിന്റെ ഏരിയ ഒക്കെയാണ് അതിന്റെ ഫാക്ടർ. എത്ര ഫോഴ്സ് കൂടണം എന്ന് തീരുമാനിക്കുന്ന ഇവിടുത്തെ ഏരിയ. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെ, ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എഫ് എണ്ണം കൊടുത്തു. ശ്രദ്ധിച്ചോണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ഈ കണ്ടെയ്നറിന്റെ ഏരിയ എന്ന് പറയുന്നത് A1 ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. ഇതുമൂലം ഇവിടെ ഒരു ഫോഴ്സ് മുകളിലോട്ട് അപ്ലൈ ആവുമല്ലോ, അതുകൊണ്ടാണല്ലോ മുകളിലോട്ട് പോകുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ F2 എന്ന് വിളിച്ചു. ഇതിന്റെ ഈ ഇവിടത്തെ ഇതിന്റെ ഏരിയനെ നമ്മൾ എന്താന്ന് വിളിച്ചു? A2 എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്കറിയാം ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തോട്ടും പോകുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം? ഇവിടെ അപ്ലൈ ആവുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ആവുന്ന പ്രഷർ ഈക്വൽ ആയിരിക്കും, അല്ലെ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഈ പ്രഷർ ഇൻഡിമിനിഷിങ്ങലി ഇത് സ്റ്റേഷനറി ഫ്ലൂയിഡ് അല്ലേ, നമ്മൾ എന്താ ഇതിനകത്ത് ഫ്ലൂയിഡ് ആണേ, ഇതിനകത്ത് വെള്ളം നിറച്ചിരിക്കുക, അല്ലെങ്കിൽ എയർ നിറച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പിസ്റ്റൺ അമർത്തുന്ന സമയത്ത് ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? ഇതിന് താഴോട്ട് മൂവ് ചെയ്യും, ശരിയല്ലേ? ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പ്രഷർ P1 എന്ന് പറയുന്ന ഒരു പ്രഷർ അപ്ലൈ ആവും. ആ പ്രഷർ തന്നെ എങ്ങോട്ടേക്കാ? ഇവിടോട്ട് അപ്ലൈ ആവും. കാരണം എന്താ, പാസ്കൽ ലോ പറയുന്നത് എവിടെയും ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തോട്ടും പോകുന്ന പറയുന്നത്. അപ്പൊ ഇവിടെ അപ്ലൈ ആവുന്ന പ്രഷർ ഇവിടുത്തെ P2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ P1 = P2 ആയിരിക്കും, ശരിയല്ലേ? അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ പടം നിങ്ങൾ ആദ്യം വരയ്ക്ക്, പടം വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ എഴുതാം. ഇത് വരയ്ക്കണ്ട കേട്ടോ, ഇത് വരയ്ക്കണ്ട, വരച്ചില്ലേലും കുഴപ്പമില്ല. അത് ഞാൻ അങ്ങോട്ടേക്ക് അമർത്തുന്ന സമയത്ത് ഓക്കെ വരച്ചു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞില്ല, അതിന്റെ സൗന്ദര്യം ഒന്നും നോക്കണ്ട, പെട്ടെന്ന് അങ്ങ് വരച്ചാൽ സ്കെയിലൊന്നും വേണ്ട. സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോ. ഈ എന്താ പിസ്റ്റണില് ഫോഴ്സ് കൊടുക്കുന്ന അക്കോർഡിംഗ് പ്രഷർ കൂടുന്നത്? പിസ്റ്റണില് ഫോഴ്സ് കൊടുക്കുന്ന അക്കോർഡിംഗ് ആയിരിക്കുമോ പ്രഷർ കൂടുന്നത്? അത് അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം പ്രഷർ ഈസിക്കലി ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ പറയാ. അപ്പൊ ആ പിസ്റ്റണിന് കൊടുക്കുന്ന ഫോഴ്സ് ആ വണ്ടിന് എത്ര പ്രഷർ കൊടുക്കുമോ? പിസ്റ്റണ് കൊടുക്കുന്ന ഫോഴ്സ് ആ വണ്ടിന് പൊക്കാൻ എത്ര പ്രഷർ കൊടുക്കുമോ? ഒന്നുകൂടെ പറഞ്ഞേ.
ആ പിസ്റ്റണിന് കൊടുക്കുന്ന ഫോഴ്സ് ആ ആ വണ്ടിയെ പൊക്കാൻ എത്രയുള്ള പ്രഷർ കൊടുക്കുമോ? അതാ ഞാൻ പറയുന്നത്. നമുക്കിവിടെ ഇത് കംപ്ലീറ്റ് ആയില്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 ന്യൂട്രൺ ഫോഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അത് ഒരു മനുഷ്യനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് നമുക്ക് കരുതുക, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറവാണെന്ന് വിചാരിച്ചോ. എന്നാൽ ഇവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ 20 ന്യൂട്രൺ ആയിരിക്കും. ആ 20 ന്യൂട്രൺ മതി കാറ് വെക്കാൻ. മനസ്സിലായോ? അതെങ്ങനെ ഇപ്പൊ ഉണ്ടാകുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ മനുഷ്യനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? ആണോ? എന്നാൽ അതിന്റെ 10 ഇരട്ടി ഫോഴ്സ് ഇവിടെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പാസ്കൽ ലോ പറയുന്നത്. ഐഡിയ കിട്ടിയോ? ഓക്കെ, അത് ഞാനിപ്പോ പ്രൂവ് ചെയ്ത് കാണിക്കും. ഇപ്പൊ നോക്കിയോ, അത് എങ്ങനെയാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാനാ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇതിനെ പറ്റി ഒന്ന് എഴുതുക. it is used to lift heavy object and it acts as force multiplier. It acts as force multiplier. It consists of two cylinders 1 and 2. ഇതിനെ 1 എന്ന് വിളിക്കാം, ഇതിനെ 2 എന്ന് വിളിക്കാമേ. 2 cylinders 1 and 2 connected with each other using a pipe. The cylinder is fitted with a frictionless piston of area of cross section A1 and A2 such that A1 less than A2. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ ഫോഴ്സ് മൾട്ടിപ്ലൈ ആവുന്നത്. എന്നിട്ട് എഴുതേണ്ടത് ലെറ്റ് F1 be the force എഴുതിക്കോ applied on let F1 be the force applied on the piston of smaller area A1. Therefore അവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 ആണ്. P1 is equal to നമുക്കറിയാം എന്താ, ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ F1 by A1. അതേപോലെ തന്നെ let F2 be the force act on, ശരിയല്ല, അവിടെ അപ്ലൈ ചെയ്യുമല്ല, അവിടെ ആക്ട് ഓൺ ആണ് അല്ലേ. ആക്ട് ഓൺ ദ piston of larger area A2. Therefore P2 is equal to F2 by A2. ആണോ? ആണ്. നമുക്കറിയാം according to Pascal's law എന്താ പറയുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലായിടത്തും ട്രാൻസ്മിറ്റ് ചെയ്യും ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറും അവിടെ ഉണ്ടാകുന്ന പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P1 is equal to P2 എന്ന് എടുക്കാം.
ആണോ? P1ന്റെ വാല്യൂ കൊടുക്കാം എന്താ? F1 ഡിവൈഡഡ് ബൈ A1. P2ന്റെ വാല്യൂ കൊടുക്കാം എന്താ? F2 ബൈ A2. അവിടെ ഒന്ന് എനിക്ക് F2 കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? A2നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്താ ഇങ്ങനെ വരത്തില്ലേ? F1 ഇൻറ്റു A2 ഡിവൈഡഡ് ബൈ A1 ഈസ് ഈക്വൽ ടു F2. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. F2 ഈസ് ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1 എന്ന് എഴുതാം. ഇതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. ഇനി നമ്മുടെ ജ്യോതിസിന്റെ സംശയത്തിലേക്കാണ് ഞാൻ വരുന്നത്. നോക്കൂ, ഇതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണല്ലോ. ഈ ഫോഴ്സ് എത്ര വലുതാണെന്ന് നോക്കിക്കോണേ. എത്ര വലുതാണെന്ന് നോക്കിക്കോണം. എല്ലാവരും ശ്രദ്ധിച്ചോ. ലെറ്റ് F1 നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 2 ന്യൂട്ടൺ. അത് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഞാൻ അവിടുത്തെ ഏരിയനെ A1നെ ഞാൻ 1 സെന്റിമീറ്റർ സ്ക്വയറിന് എടുത്തു. ഓക്കെ. A2 ഏരിയ നമുക്കറിയാം, അവിടുത്തെ വലിയ ഏരിയ ആണ്. ആ ഏരിയ ഞാൻ 4 സെന്റിമീറ്റർ സ്ക്വയറിന് എടുത്തു. ഇനി F2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. F2 ഈസിക്കൽ എന്താ? A2 ബൈ A1 ഇൻറ്റു എന്താ? F1 ആണ്. ആണോ? A2 എന്ന് പറയുമ്പോൾ എത്ര ഇവിടെ? 4. A1 എന്ന് പറയുമ്പോൾ എത്ര ഇവിടെ? 1. ഇതെത്ര ഇവിടെ? 2. അപ്പൊ നോക്കിയേ, 4 ഇൻറ്റു 2 എത്ര? 8 ന്യൂട്ടൺ. നോക്കിയേ, ഇതിന്റെ 3 ഇരട്ടിയായി. നിങ്ങൾ കൊടുത്തത് 2 ന്യൂട്ടണാണ്, പക്ഷെ അവിടെ ഉണ്ടായ ഫോഴ്സ് നോക്കിയേ 8 ന്യൂട്ടണാണ്. അപ്പൊ നിങ്ങൾ 4 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഏരിയയുടെ അനുസരിച്ചാണ് കേട്ടോ. ഏരിയ എത്ര ആണോ ഏരിയ അനുസരിച്ചായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഏരിയ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ഫോഴ്സ് കുറവ് മതി, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കൂടും. ഏതാ? ഈ രണ്ടാമത്തെ A2 എന്ന് പറയുന്ന ഏരിയ എപ്പോഴും എന്തായിരിക്കണം? ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ മനസ്സിലായോ ജ്യോതിഷേ? അതുകൂടെ എഴുതിക്കും. ഈ പറഞ്ഞ കാര്യം കൂടെ എഴുതിക്കും. അതുകൊണ്ടാണ് ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അതായത് 2 ന്യൂട്ടൺ കൊടുത്തിട്ട് 8 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാക്കി. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. മിണ്ടാതിരിക്കല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം. ഞാൻ ചെറുതാക്കാം. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോളൂ. ചെറുതാക്കാം. അടുത്ത ഹെഡിങ് എഴുതിക്കോ. അപ്ത്രസ്റ്റ് ആൻഡ് ബോയൻസി. അപ്ത്രസ്റ്റ് ആൻഡ് ബോയൻസി. അപ്ത്രസ്റ്റ് ആൻഡ് ബോയൻസി ഞാൻ എഴുതി തരാം. നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചതിനെ പറ്റി. അപ്ത്രസ്റ്റ് ആൻഡ് ബയോ, നിങ്ങൾക്ക് ബയോൺസിന്നോ അല്ലെ ബോയോൺസിന്നോ എങ്ങനെയാണെങ്കിൽ പറയണം. നിങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ ചെയ്തു. ബോയോൺസി. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാം നിശ്ചലമായിട്ടുള്ള വെള്ളത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തൊരു സെഷനിലോട്ട് പോകുമ്പോൾ ഫ്ലോയിങ് വെള്ളത്തിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയായിരിക്കും പിന്നീട് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ളതെല്ലാം സ്റ്റേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ബാസ്കറ്റ് പറഞ്ഞു, എന്താണ് നിശ്ചലമായിട്ട് കിടക്കുമായിരുന്നു. പ്രഷറിന്റെ കാര്യം പറഞ്ഞു, അപ്പോഴും വെള്ളം നിശ്ചലമായിട്ട് കിടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഇത് പറയുമ്പോഴും വെള്ളം നിശ്ചലമായിട്ടുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ വരുമ്പോൾ വെള്ളം മോഷനിലുള്ള വാട്ടറിന്റെ എന്താണ് പ്രോപ്പർട്ടീസ് ആണ് അവിടെ പറയുന്നത്. അവിടെയാണ് ലാമിനാർ ഫ്ലോ, ബെർണോളിസ് തിയറം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, ടോറിസലി ലോ ഓഫ് എഫ്ലക്സ്, ടെർമിനൽ വെലോസിറ്റി, കാപ്പിലറി റൈസ്, ഇതെല്ലാം ആ ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ. അപ്പൊ അപ്ത്രസ്റ്റ് ആൻഡ് ബയോൺസിന്റെ അവിടെ എഴുതിക്കണം, ഒരു ഡോട്ട് ഇട്ടോണം. വെൻ എ ബോഡി is immersed in a liquid, the liquid exerts a thrust on
every point in contact with the body, in contact with the body. അതായത് നമ്മൾ ഒരു ബോഡി ഇപ്പം നമ്മൾ വെള്ളത്തിലോട്ട് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചാൽ നിങ്ങൾ വെള്ളത്തിലോട്ട് വീണ് കഴിഞ്ഞാൽ എത്ര മുങ്ങിയാലും നിങ്ങൾ 3 പ്രാവശ്യം മുകളിലോട്ട് പൊങ്ങി വരും. പിന്നീട് നിങ്ങളുടെ ലങ്സിനകത്ത് വെള്ളം കയറുന്നതുകൊണ്ടാണ് നിങ്ങൾ മുങ്ങിപ്പോകുന്നത്. നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, നിങ്ങൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടം സംഭവിക്കത്തില്ല. പാനിക് ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. കാരണം എന്നറിയോ, ബോഡിക്ക് ഒരു നാച്ചുറൽ മെക്കാനിസം ഉണ്ട്. എന്താ? പൊങ്ങിക്കിടക്കാനുള്ളൊരു നാച്ചുറൽ മെക്കാനിസം ഉണ്ട്. അത് അറിയത്തില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൽ വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചോ, ഒരു പൂച്ചയോ പട്ടിയോ എടുത്ത്, അല്ലെങ്കിൽ ഒരു പശുവിനെ എടുത്ത്, അല്ലെങ്കിൽ ഒരു ആനയെ എടുത്ത് വെള്ളത്തിലിട്ട് മുങ്ങിപ്പോകുന്നത് ഇല്ല, അത് പൊങ്ങിക്കിടക്കും. അത് നീന്താൻ ശ്രമിക്കും. നമുക്ക് നീന്തൊന്നും അറിയണമെന്നുമില്ല. നമുക്ക് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരു കഴിവുണ്ട്, ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, നമ്മൾ പേടി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുങ്ങിപ്പോകുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ പൊങ്ങിക്കിടക്കുന്നത്? വെള്ളം മുകളിലോട്ട് ഒരു അപ്ത്രസ്റ്റ് വരുന്നുണ്ട്. അത് അതിനെയാണ് ബയോൺസി എന്ന് പറയുന്നത്, അല്ലെ ബോയോൺസി നിങ്ങൾ പറയുന്നതിനനുസരിച്ച്. അപ്പം അതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇപ്പം നല്ലതായിട്ട് എയർ പിടിച്ചു വെച്ചിരിക്കുക. നമ്മൾ ഇങ്ങനെ എയർ പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ മുക്കിയിട്ട് കൈയെടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും പൊങ്ങി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലങ്സ് ഫുള്ള് ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പം ലങ്സിനകത്ത് ഫുൾ എയർ ആണ്, അകത്തൊരു ബലൂൺ പോലെ ആക്കി. ബലൂണെ നിങ്ങൾ വീർപ്പിച്ചിട്ട് മുക്കിക്കഴിഞ്ഞാൽ പൊക്കിയാൽ എന്ത് സംഭവിക്കും? പൊങ്ങി വരും. ഒരു കുപ്പി അടച്ചിട്ട് മുക്കിയിട്ട് പൊക്കിയാൽ എന്ത് സംഭവിക്കും? പൊങ്ങി വരും, ഇല്ലേ? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് എയർ സ്പേസുകളുണ്ട്, അപ്പൊ അത് പൊങ്ങി വരും. മനുഷ്യരുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, മനുഷ്യന് ഇങ്ങനെ മുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ശ്വാസം എടുത്തിട്ട് ഒരു തവണ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പൊങ്ങി വന്ന് ശ്വാസം എടുക്കാൻ പറ്റാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫ്ലോട്ട് ചെയ്യാം, നമ്മൾ തിരിഞ്ഞു കിടന്നാൽ മതി. അതായത് ഇങ്ങനെ കിടന്ന് നീന്തിയാൽ മതി. നമ്മുടെ മൂക്കും വായും മുകളിലോട്ട് ഇങ്ങനെ കിടന്ന് നീന്തിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പെട്ടെന്ന് കിടന്ന് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്വാസം എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ലങ്സ് എപ്പോഴും എന്തായിരിക്കും? ലങ്സിൽ എയർ ഫില്ലായിരിക്കും. നമ്മൾ ഇനി എത്ര ഇതാക്കിയാലും മുങ്ങിപ്പോകത്തില്ല. ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ നമ്മൾ ഒഴുക്കിനനുസരിച്ച് ഒഴുകി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. കരയ്ക്കോട്ട് വല്ലതും പോകും, കരയ്ക്കും നമുക്ക് കയറാൻ പറ്റും. മനസ്സിലായോ? പാനിക് ആയാൽ എന്ത് സംഭവിക്കും? നമ്മൾ റെസ്റ്റ്ലെസ് ആവും, പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരും, ഓക്സിജൻ കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? വെള്ളത്തിനടിയിലും കൂടെ നമ്മൾ പോകുന്ന സമയത്ത് വീണ്ടും ഓക്സിജൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, മൂക്കിലും വായിലും ഒക്കെ വെള്ളം കയറും. അതിന്റെ ഭാഗമായിട്ട് ലങ്സിൽ വെള്ളം കയറും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ജീവൻ അപകടം സംഭവിക്കും. ഓക്കെ, അപ്പം ഈ അത്രസ്റ്റും ബയോൺസും പറഞ്ഞപ്പോൾ ഇത് പറയുന്നതിന് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഞാൻ ഒരു പണ്ടൊക്കെ ഈ ധനു ഇവിടെ സ്വിമ്മർ അല്ലേ, നിങ്ങളുടെ ധനു. ഓക്കെ, ഞാനും നേരത്തെ കോമ്പറ്റീഷൻ ഒക്കെ പോകുമായിരുന്നു സ്വിമ്മിങ്ങിന്റെ, ഞാൻ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് വെള്ളത്തിലോട്ട് ഞാൻ ഡൈവറും കൂടെ ആയിരുന്നു, ഡൈവ് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിന്. അപ്പം ഡൈവിങ്ങിൽ നമ്മളെ പോയി പഠിപ്പിക്കുമ്പോൾ എന്താണെന്നറിയോ? നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഡെപ്ത് ഒരു 5 മീറ്റർ 8 മീറ്റർ ഡെപ്തിൽ ഡൈവ് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പൊ അവര് ഡൈവ് ചെയ്ത് നമുക്ക് ആദ്യമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പൊ അവര് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? നീ എത്ര താഴെ പോയാലും നീ പൊങ്ങി വരും എന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്കൊരു മോട്ടിവേഷൻ തന്നു കഴിയുമ്പോൾ നമ്മൾ ചാടുമ്പോൾ കൃത്യമാണ്. നമ്മൾ മുങ്ങിയിട്ട് നമ്മൾ താഴെ പോയി മുട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ പൊങ്ങി മുകളിലോട്ട് വരും. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വിം ചെയ്ത് ഏതെങ്കിലും അറ്റത്തോട്ട് പോയാൽ മതി, ഒത്തിരി ദൂരം ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ പൊങ്ങി വരുന്നത്? അതിന്റെ കാരണമാണ് ഈ അപ്ത്രസ്റ്റും ബയോൺസും. മനസ്സിലായോ? നമ്മുടെ വെള്ളവുമായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ പോയിന്റിലും അത് എന്ത് ചെയ്യുന്നറിയാമോ? അത് മുകളിലോട്ട് എന്ത് കൊടുക്കും? ഒരു അപ്ത്രസ്റ്റ് കൊടുക്കും, ഒരു ഫോഴ്സ് കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം അത് എപ്പോഴും മനസ്സിലാക്കണം. അപ്പം ഇതും ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ്. ആ പ്രഷറിനെ നമ്മൾ എന്തെന്ന് തന്നെയാണ് പറയുന്നത്? അപ്ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്ത്രസ്റ്റ് ബൈ ഏരിയ. നേരത്തെ അത് തന്നെയല്ലേ നമ്മൾ പഠിച്ചേ? ആണോ? ഇത് എഴുതിയോ? ഇത്ര എഴുതിയെടുത്തോ? ഓക്കെ, ഇനി താഴോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സിൻസ് pressure is more at bottom.
since pressure is more at bottom of the body which acts vertically upwards. Thus the body is subjected to a resultant upward thrust. Or a buoyant force എന്താ കാരണം എന്നൊക്കെ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വെള്ളത്തിൽ വീഴുമ്പോൾ നമ്മൾ എത്ര ഡെപ്തിൽ പോയാലും എന്ത് സംഭവിക്കും, നമ്മൾ മുകളിലോട്ട് പൊങ്ങി വരും. അറ്റ്ലീസ്റ്റ് 3 തവണയിലും മുങ്ങി വരും. ഓക്കെ, ഇപ്പൊ വെള്ളത്തിൽ വീഴുന്ന ആൾക്കാർ പറഞ്ഞിട്ട്, ഇപ്പം നീന്തൽ അറിയാത്തവരൊക്കെ, ഇപ്പം ഞാൻ ഈ വള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നീന്തൽ അറിയാത്തവർ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ 3 തവണ അവർ പൊങ്ങി വരും എന്ന് പറയും. 3 തവണ മുങ്ങി കഴിഞ്ഞാൽ 3 തവണ വരെയൊക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് വെള്ളത്തിനകത്ത് മാക്സിമം ശ്വാസം പിടിക്കാൻ പറ്റുന്നത് ഒരു 2 മിനിറ്റ് 2 മിനിറ്റ്സ് മാക്സിമം പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ആ 2 മിനിറ്റ്സും കൊണ്ട് അവരുടെ ശരീരത്തിനകത്ത് ലങ്സിനകത്ത് എന്തുണ്ട്, എയർ ഉണ്ട്. അപ്പൊ അവർ 3 പ്രാവശ്യം ഇങ്ങനെ പൊങ്ങി കൊന്നുകൊണ്ടേയിരിക്കും. 3ാമത്തെ പ്രാവശ്യം പൊങ്ങി കഴിഞ്ഞ് പിന്നെ താന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അവരുടെ ശ്വാസം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി തീർന്നു, ലങ്സിൽ വെള്ളം കയറി, മൂക്കിലൊക്കെ വെള്ളം കയറി, പിന്നെ അവർ താഴ്ന്നു പോവുക ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചോണം, പ്രഷർ, നമ്മൾ എന്തോ ഫസ്റ്റ് ഡെറിവേഷൻ പഠിച്ചത്, ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ താഴത്തെ ഫോഴ്സ്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ എന്താണ് ലങ്സിനകത്ത് എയറും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങളെ മുകളിലോട്ട് എന്ത് ചെയ്യും, ഒരു അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് വരും. ഓക്കെ, പിന്നീട് നമ്മൾ കൈ ഇട്ടൊന്ന് ഒറ്റ തവണ വെച്ച് കഴിഞ്ഞാൽ മതി, ഒരു 10 മീറ്റർ ഡെപ്തിലാണെങ്കിലും മോളി വന്നിട്ട് നമ്മുടെ തല സർഫസിന് മോളി വരുന്ന വരെ നമ്മൾ ജസ്റ്റ് സിംപ്ലി ഒറ്റ തവണ കൈ ഒന്ന് താഴ്ത്തിയാൽ മതി. ഒരു 8 മീറ്റർ ഡെപ്ത് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 3 മീറ്റർ ഡെപ്ത് ആണെങ്കിലും, ഒരു 4 മീറ്റർ, എത്ര ഡെപ്ത് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് മുകളിലോട്ട് വരാം. ചിലപ്പോൾ ഒരു 10 മീറ്റർ ഡെപ്ത് ഒക്കെയാണ് നമ്മൾ 2 തവണ കൈ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുകളിലോട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒളിമ്പിക്സിലൊക്കെ ഡൈവർ താഴെ പോയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അവർ മുകളിലോട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, താഴെ പ്രഷർ കൂടുതലായതുകൊണ്ട് ആ പ്രഷർ മൂലം അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, ബയോൺ ഫോഴ്സ് കൂടുതലായിരിക്കും. ആ ബയോൺ ഫോഴ്സിന്റെ കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് ഒരു റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയും അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക. The property of the fluid that exert an upthrust on the body immersed in it is called buoyancy. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നേ, ബോയൻസി എന്നാണ് ശരിക്കും കേട്ടോ. ഇനി ബോയോൺസി ആക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ശരിക്കും പറഞ്ഞാൽ നീന്തൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്താ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ, കാരണം ഞാനിത് പഠിപ്പിക്കുകയും ചെയ്തു, ഞാനിത് എക്സ്പീരിയൻസും ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഇത് അറിയാൻ പറ്റും. അതിന്റെ ഒരു ടോപ്പിക് പറയുന്നത് എന്താണെന്നറിയോ, ഇത് പരീക്ഷ കുറേ പ്രാവശ്യം ചോദിച്ചാണ് ഈ പോയിന്റ്. The buoyancy acts along the center of gravity of the displaced liquid and is called center of buoyancy. അത് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, സെന്റർ ഓഫ് buoyancy. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മൾ എപ്പോഴും വെള്ളത്തിൽ നമ്മൾ വീഴും. ധനു ഉണ്ടോടെ എവിടെ? കേറിയില്ല. ഓക്കെ, നോക്കിക്കോ, നമ്മൾ വെള്ളത്തിലോട്ട് വീണുമ്പോൾ ഞാൻ നേരെയാണ് വെള്ളത്തിൽ ചാടിയെങ്കിൽ ഇങ്ങനെ ചാടുന്നതും
അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെയാണ് വെള്ളത്തിൽ ഇപ്പം നിൽക്കുന്നതെങ്കിൽ ഏതിനായിരിക്കും ബയോണ്ട് ഫോഴ്സ് കൂടുതൽ ആക്ട് ചെയ്യുന്നത്? നമ്മൾ മുങ്ങിപ്പോകാൻ സാധ്യത ഇവിടെ എഴുതുക, മുങ്ങിപ്പോകാൻ സാധ്യത കൂടുതൽ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ മുങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മുങ്ങിപ്പോകാൻ സാധ്യതയില്ല. തലയും കൂടെ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് ചരിച്ചു പിടിച്ചാൽ മതി, തലയും കൂടെ ഒന്ന് ബാക്കിലോട്ട് ചരിച്ചു പിടിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ തലയൊന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ചരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കുകയും ചെയ്യാം. എന്നാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എല്ലായിടത്തോടും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ മുങ്ങി അങ്ങോട്ട് പോകും. ഓക്കെ, ഇങ്ങനാണെങ്കിൽ ഇങ്ങനാണെങ്കിൽ എന്താണ് ഇതാ പറയുന്നത്? ബയോൺസി ആക്ട് അലോങ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താ പോകുന്നത്. എന്നാൽ ഇവിടെ ഇത് കൃത്യം ഈ പോയിന്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുങ്ങിപ്പോകത്തില്ല. ഇനിയും കുറച്ചുകൂടെ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെ നമ്മൾ കിടക്കണം, കാലിങ്ങനെ മുകളിലോട്ട് വെച്ച് കണ്ട ഇങ്ങനെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മുങ്ങിപ്പോകത്തില്ല. അപ്പം ഈ ഭാഗത്ത് മാത്രമായി സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇങ്ങനെ നിൽക്കുന്ന ഫ്ലാറ്റ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് ഗ്രാവിറ്റി എല്ലായിടത്തും ഒരേപോലെ ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഇത് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോക്കിയോ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. ഞാനൊരു പേന വെച്ചിട്ട് നമ്മളൊരു ഇത് കാണിക്കാം. ഇങ്ങനെ ഞാൻ വെക്കുക, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതിനെ ബാലൻസ് ചെയ്യുന്ന എവിടാണോ അതായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇല്ലേ? ഇതിനെ ഇവിടെ ബാലൻസ് ആവും. എന്നാൽ നിങ്ങളെ ഇതിനെ ഇങ്ങനെ നിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ഇങ്ങനെ നിർത്താനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി അങ്ങനെ എല്ലായിടത്തും യൂണിഫോം ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ മുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എപ്പോഴും വെള്ളത്തിൽ വീഴുന്ന സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലോ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്വസിക്കാനുള്ള ഒരു സെറ്റപ്പും കിട്ടും, അതേപോലെ മുങ്ങിപ്പോകാനുള്ള സാധ്യതയും കുറയും. ഡൈവ് ചെയ്യുന്നവർ വളഞ്ഞിട്ട് അവർ തന്നെ ഈ ഒരു പൊസിഷനിലല്ലേ വരുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു എസ് പോലെ വരും, അല്ലേ? അങ്ങനല്ലേ വരുന്നത്. അവർ ചാടുമ്പോഴും വേണ്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ ചാടി, അതായത് ഇങ്ങനെ കറങ്ങി മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നേരെയാവും. നേരെയായിട്ട് എന്താ അവർ ചെയ്യുന്നത്? നേരെയായിട്ട് പോയിട്ട് അവരുടെ ശരീരം ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ട് ഇവിടെ വരുമ്പോൾ അവരുടെ ബോഡി തന്നെ ഇങ്ങനെ ആക്കും വരും. എന്നിട്ടാണ് പിന്നെ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നേരെയായിട്ട് വരുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയല്ലേ നീന്തുന്നത്, ഇങ്ങനെ കിടക്കുമ്പോൾ ബോഡി ഫ്ലാറ്റ് ആണ്. അപ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ, നീന്താൻ പറ്റും. ഓക്കെ, എന്നാൽ നമ്മളിങ്ങനെ നേരെ നിൽക്കുന്ന സമയത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് മുങ്ങിപ്പോകും. അപ്പം ഡൈവറിന്റെ കേസിൽ വരുവാണെങ്കിൽ ഡൈവർ തന്നെ ഇങ്ങനെ വരുന്നു, കണ്ടോ, ഇങ്ങനെ കറങ്ങുന്നു, വീണ്ടും ഇങ്ങനെ ആവുന്നു. ആ വെള്ളത്തിന്റെ സർഫസിലോട്ട് വരുമ്പോൾ അത് ഓൾറെഡി ഇങ്ങനെ ചരിക്കുന്നു, വെള്ളത്തിന്റെ സർഫസ് വരുമ്പോൾ അവർ നേരെയാവും. എന്നിട്ട് നേരെയാകുമ്പോൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവര് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കണ്ടോ, അവരുടെ ശരീരം ഇങ്ങനെ വളച്ചു നേരെയാവും. ഇവിടെ വരുമ്പോഴത്തേക്കും അവര് തന്നെ ഇങ്ങനെ എസ് കൊണ്ടാവും. എന്നിട്ട് പിന്നെ ഇവര് കൈ ഇട്ട് നീന്തി, കണ്ടോ, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട്, കണ്ടോ, ഇങ്ങനെ നീന്തി. നമുക്ക് ഡെപ്ത് താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ തല നേരെ തിരിച്ചിട്ട് തന്നെ ഇങ്ങനെ, അതായത് വെർട്ടിക്കൽ പൊസിഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് എപ്പോഴെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ആയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടെ നിൽക്കും. മനസ്സിലായോ? അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം, മനസ്സിലാക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമേ ചോദിക്കത്തുള്ളായിരിക്കും, എന്താണ് സെന്റർ ഓഫ് ബയോൺസി എന്ന് മാത്രമേ ചോദിക്കത്തുള്ളായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കി വെക്കുക എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ആണല്ലോ? ഓക്കെ, ബയോൺസി ഡിപ്പെൻസ് ഓൺ, ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. ബയോൺസി ഡിപ്പെൻസ് ഓൺ ഒന്ന് വോളിയം ഓഫ് ബോഡി സബ്മേർജ്ഡ് ഇൻ ഫ്ലൂയിഡ്. രണ്ട്, density of fluid in which body is submerged. നിങ്ങൾ ബ്രസീലിൽ ഒരു ലേക്ക് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അല്ല, കേട്ടിട്ടുണ്ടോ? സോൾട്ട് സൊല്യൂഷൻ ആണോ അതോ പ്യുവർ വാട്ടറിനാണോ ഡെൻസിറ്റി കൂടുതൽ? സോൾട്ടിന്.
ആ വെള്ളത്തിൽ പോയി നിങ്ങൾ എത്ര മുങ്ങാൻ ശ്രമിച്ചാലും മുങ്ങത്തില്ല, നിങ്ങളുടെ സർഫസ് പൊങ്ങി കിടക്കും. കാരണം വെള്ളത്തിന്റെ ഡെൻസിറ്റിയും ബയോൺസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ നിങ്ങൾ മുങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുങ്ങത്തില്ല. എന്താ, നിങ്ങൾ ആ സർഫസ് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു അവന് ട്രാവലർ, അവൻ പോയിന്റ് ഒരു വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഓടിച്ചെന്നൊരു ചാടി, അവൻ നീന്തലൊന്നും അറിയത്തില്ല. അവൻ ഓടിച്ചെന്ന് അതിനകത്ത് ചാടിയപ്പോൾ അവൻ സർഫസ് ഇങ്ങനെ പൊങ്ങി കിടക്കുക. പക്ഷെ കണ്ണൊക്കെ നീറ് ഉപ്പുവെള്ളമാണ്. മനസ്സിലായോ? ആ കടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്ന വെള്ളമല്ലല്ലോ. അപ്പൊ ഡെൻസിറ്റി ഈ പറഞ്ഞ ഡെൻസിറ്റി നോർമൽ വാട്ടറിനെക്കാട്ടിലും ഡെൻസിറ്റി കൂടുതലാണ്. എന്നാലും മുങ്ങിപ്പോകാനൊന്നും ഇരിക്കത്തില്ല, അത് ഒഴുക്കുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടാവും. കടലിൽ പോയിട്ട് ഉപ്പുവെള്ളമാണെന്ന് പറഞ്ഞ് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല തിമിംഗലം വല്ല കടിച്ചോണ്ട് പോകുന്നില്ല. മനസ്സിലായോ? ആ ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ. ഓക്കെ, അടുത്തത് ഏതാ? സബ്മർജ്ഡ് ആണ്. അടുത്ത ഒരു ടോപ്പിക് കൂടെ ആയിരിക്കും, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. പണ്ട് നിങ്ങൾ ഈ കാക്കയുടെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? കാക്ക കല്ലിട്ട് വെള്ളം കുടിച്ചത് ഇല്ലേ? കാക്ക ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? അതെന്താണെന്നറിയോ? കാക്ക കല്ലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് വെള്ളം ഒരു 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 കണ്ടെയ്നറിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, പുള്ളിക്ക് വെള്ളം കൊടുക്കും. പക്ഷെ പുള്ളിക്ക് കഴുത്ത് അങ്ങനെ ഇട്ടിട്ട് ആ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ബുദ്ധി ഉപയോഗിച്ചു. പുള്ളി നമ്മുടെ ഫിസിക്സ് ക്ലാസ് ഇരുന്ന ആളാണ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? പുള്ളി പോയിട്ട് കുറച്ച് കല്ലെടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? ആ കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് അതിന്റെ വെള്ളത്തിന്റെ ലെവൽ കൂട്ടി പുള്ളിയുടെ ബീക്ക് മുക്കാൻ പറ്റുന്ന രീതിയിൽ മുക്കിയിട്ട് എന്ത് ചെയ്തു? വെള്ളം കുടിച്ച് ദാഹം തീർന്നു. ഈ കഥ പഠിച്ചിരിക്കും ഇല്ലേ? ഓക്കെ, അത് ശരിക്കും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു വെള്ളത്തിനകത്ത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് പാർഷ്യലിയോ കംപ്ലീറ്റ് ആയിട്ടോ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുക്കിയ സാധനത്തിന് അനുസരിച്ചുള്ള ഈക്വൽ വോളിയം ഡിസ്പ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മുകളിലോട്ട് മുങ്ങി വരും, വെള്ളത്തിന്റെ ലെവൽ കൂടും എന്നർത്ഥം. അതാണ് ആർക്കിമിഡീസ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഇത്രയും വലിയൊരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിന്റെ വോളിയത്തിനനുസരിച്ചുള്ള വെള്ളത്തിന്റെ ലെവൽ എന്ത് ചെയ്യും? അവിടെ കൂടും. കാരണം കല്ല് കിടക്കുന്നിടത്ത് ഇപ്പൊ വെള്ളം ഉണ്ടോ? ആ ഭാഗത്ത് വെള്ളമില്ല, ആ ഭാഗത്തെ വെള്ളം എന്ത് ചെയ്യും? മുകളിലോട്ട് റേസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് മറ്റേ കാക്ക പഠിച്ചുകൊണ്ടാണ് കാക്ക എന്ത് ചെയ്തത്? കല്ലിട്ട് വെള്ളം കുടിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. നോക്കിക്കോളൂ, അതും കൂടെ ഒന്ന് നോക്കാം. It states that when a body is partially or completely immersed in a fluid, the fluid exerts an upward buoyant force on the body. That is equal to the weight of the fluid displaced by the body. സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 100 ഗ്രാം ഉള്ള ഒരു കല്ലെടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ 100 ഗ്രാമിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും എന്നുള്ള, അല്ലെങ്കിൽ പൊങ്ങി വരും എന്നുള്ളതാണ് ഈ ആർക്കിമിഡീസ് പറയുന്നത്. അത് നിങ്ങൾ 100 ഗ്രാമിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഇടാം, അല്ലെങ്കിൽ ഒരു നൂലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ മുക്കുന്നതിനനുസരിച്ചുള്ള വെള്ളമായിരിക്കും പൊങ്ങുന്നത്. ശരിയല്ലേ? നിങ്ങൾ 100 ഗ്രാം കല്ലിനകത്ത് നിങ്ങൾ ചിലപ്പം ഒരു നൂലൊക്കെ ഇട്ടിട്ട് ആ കല്ലിങ്ങനെ ഒരു 1/4 ഭാഗം താത്തു, അപ്പം അതിനനുസരിച്ച് വെള്ളം കൂടും. പിന്നെ ഒരു 1/2 ഭാഗം താത്തു, അതിനനുസരിച്ച് വെള്ളം കൂടും. പിന്നെ മൊത്തം താത്തു,
അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം കൂടും. അതാണ് പറയുന്നത് when a body is partially or completely immersed in a fluid, the fluid exert an upward buoyant force on the body that is equal to the weight of fluid displaced by the body എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇവിടെ ഒരു ഡെറിവേഷൻ ഉണ്ട്, നോക്കിക്കോളൂ. നമുക്ക് ആ ഡെറിവേഷൻ കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോ. നമുക്ക് ആ ഡെറിവേഷൻ കൂടെ പഠിക്കാം. ഞാൻ ഒരു കണ്ടെയ്നർ എടുക്കുന്നു. നമുക്ക് എന്തോ പ്രൂവ് ചെയ്യണ്ടേ? ഇവിടെ ആക്ട് ചെയ്യുന്ന ബയോണ്ട് ഫോഴ്സ്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ബയോണ്ട് ഫോഴ്സ് പൊങ്ങിയ വെള്ളത്തിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? അതാ പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, ഞാൻ എന്ത് ചെയ്തു? ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തു. ഈ വെള്ളത്തിനകത്ത് ഞാൻ ഒരു ഒബ്ജക്റ്റ് മുക്കി വെക്കാൻ പോവാണ്. കണ്ടോ? ഒരു ഒബ്ജക്റ്റ് മുക്കി വെച്ചു. നേരത്തെ പോലെ ഒരു കണ്ടെയ്നർ തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഈ കണ്ടെയ്നറിന്റെ വോളിയം V ആയിട്ട് എടുത്തു. ടോട്ടൽ വോളിയം V ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ? ഇനി ഈ കണ്ടെയ്നറിന്റെ ഈ സർഫസിൽ ഇങ്ങോട്ടേക്ക് F1 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. താഴെ നിന്ന് മുകളിലോട്ടാണ് മറ്റേ ബയോൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, F2 ആണെന്നറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? F1 പ്ലസ് F2 ആണോ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? F2 താഴെ നിന്ന് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. കാരണം താഴെ പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും താഴെ നിന്ന് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ് ആണല്ലോ. ആ ഫോഴ്സ് ആണ് അവിടുത്തെ ബയോണ്ട് ഫോഴ്സ്. അതെന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? മുകളിലോട്ട് പൊങ്ങിയ ലിക്വിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ F1 F2 ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഈ ഫസ്റ്റ് സർഫസ് ഇരിക്കുന്നത് H1 ഹൈറ്റിലാണ് നമ്മൾ എടുക്കുന്നു. H1 ഹൈറ്റിലാണ്. സെക്കൻഡ് സർഫസ് ഇരിക്കുന്നത് അതായത് ഈ കണ്ടെയ്നറിന്റെ സർഫസ് ഇരിക്കുന്നത് H2 ഹൈറ്റിലാണ് നമ്മൾ എടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നോക്കിയോ. F നെറ്റ് എന്ന് എഴുതി നമുക്ക് എങ്ങനെ എഴുതാം? F2 മൈനസ് F1 എന്ന് എഴുതാം. കാരണം എന്താ? ഇവിടെ F2 ഗ്രേറ്റർ ദാൻ F1 ആണ്. അതാണ് അതിന്റെ റീസൺ. ഓക്കെ, നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? പ്രഷർ ഇൻറ്റു ഏരിയ എന്നാ. അപ്പൊ ഇവിടെ F2 ആയതുകൊണ്ട് നമുക്ക് P2 ഇൻറ്റു രണ്ടിന്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് P2 ഇൻറ്റു എ മൈനസ് ഇവിടെ എന്താ എഴുതാം? P1 ഇൻറ്റു എ എന്ന് എഴുതാം. ഇവിടുന്ന് വീണ്ടും നമുക്ക് എ കോമൺ എടുത്താൽ ബാക്കി എന്ത് കിട്ടും? P2 മൈനസ് P1 എന്ന് കിട്ടും. ഓക്കെ ആണോ? തെറ്റാണല്ലോ. നമ്മൾ P2 മൈനസ് P1 എന്ന് പറഞ്ഞാൽ നമ്മൾ H റോ ജി ആണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അല്ലേ? വി ഹാവ് P2 മൈനസ് P1 ഈസിക്കൽ എന്താ? റോ ജി എച്ച് ആണ് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇതിനകത്ത് കൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇതുകൊണ്ട് ഇതിനകത്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എഫ് നെറ്റ് എന്ത് കിട്ടും? എഫ് നെറ്റ് ഈസിക്കൽ ടു എ ഇൻറ്റു എന്ത് കിട്ടും? റോ ജി എച്ച് എന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? നമുക്കറിയാം ഈ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നോക്കി, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് നെറ്റ് ഈസിക്കൽ ടു ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു എച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി എന്നല്ലേ വരുന്നത്. ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്താണ്? ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? എഫ് നെറ്റ് ഈസിക്കൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം ആണ്. വോളിയം ഇൻറ്റു എന്താ? റോ ഇൻറ്റു ജി എന്ന് എഴുതാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഡെൻസിറ്റിയും കൂടെ മാറ്റാം. നമുക്ക് ഡെൻസിറ്റി ഈസിക്കൽ ടു എന്താ? നമുക്കറിയാം വി ഹാവ് ഡെൻസിറ്റി ഈസിക്കൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ് ഇൻറ്റു എന്തെന്ന് എഴുതാം? മാസ് ഈസിക്കൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ഇവിടെ നോക്കി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്? ആണല്ലോ. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് നെറ്റ് എന്തായിട്ട് മാറും? എഫ് നെറ്റ് ഈസിക്കൽ എന്തായിട്ട് മാറും? എം ഇൻറ്റു ജി. എം ഇൻറ്റു ജി എന്താണ്? വെയിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എഫ് നെറ്റ് എന്ത് കിട്ടി? എഫ് നെറ്റ് അതായത് ബയോണ്ട് ഫോഴ്സ് ഈസിക്കൽ ടു, therefore നമുക്ക് ഇങ്ങനെ എഴുതാം, ബയോണ്ട് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്.
ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ബയോണ്ട് ഫോഴ്സിന് അനുസരിച്ചാണ് വെള്ളം ഡിസ്പ്ലേസ് ആവുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ബയോണ്ട് ഫോഴ്സിന് അനുസരിച്ച് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? അത് നമ്മൾ പ്രൂവ് ചെയ്യും. ഇതിലും വലിയ ഡെറിവേഷൻ ആണ് ഞാൻ കുറെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 × 2 in 1 എന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി അതനുസരിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രേ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എഴുതി കഴിഞ്ഞവർക്ക് ലെഫ്റ്റ് ആവാം. സാറ് ഈ ചാപ്റ്റർ എപ്പോഴാ തീരുന്നത്? ഏതാ? ഈ ചാപ്റ്റർ എപ്പോഴാ തീരുന്നത്? കേട്ടില്ല. ചാപ്റ്റർ എപ്പോഴാ തീരുന്നത്? ചാപ്റ്റർ തീരുന്നത് ഇച്ചിരി നിങ്ങൾക്ക് ഈ തവണ ഫിസിക്സ് പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ ആണിത്. ഇതിനകത്ത്